മെഡിറ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സനോജ്. നമ്മുടെ വിഷയം പ്രകൃതി ചികിത്സയും സൗന്ദര്യ സംരക്ഷണവും. ഡോക്ടർ, നമ്മളിപ്പോൾ മുഖക്കുരുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഒരു മുഖക്കുരുവിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല എന്നുണ്ടോ? വരികയല്ല അല്ലേ? പക്ഷേ ആ കുഴിഞ്ഞ പാടുണ്ടെങ്കിൽ മാറുന്ന കാര്യം സംശയമാണ്. ഓക്കെ. ഇനി മറ്റൊന്ന്, ഈ കറുത്ത പാടുകൾ ഉണ്ടാവാറുണ്ട് മുഖത്ത് ആൾക്കാർക്ക്. ഇപ്പം നേരത്തെ ഒരു കുട്ടിയും പറഞ്ഞു. അപ്പം അതും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന കേസസ് ഉണ്ട്, ഒത്തിരി ഉണ്ട്. പിന്നെ ചില ഹോർമോൺസ് ഡിഫറൻസസ് വരും ചാൻസസ് ഉണ്ട്. അപ്പൊ ആദ്യം ഇപ്പം മെനോപോസസ്, പിന്നെ ചില ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ സ്ത്രീകളെയൊക്കെ എടുത്തു നോക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷനുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ് തലയിൽ ഒരു മരുന്നുണ്ട്, അത് തേച്ചിട്ടാണ് നമ്മൾ പിന്നെ ഫേഷ്യലിന് പോകത്തുള്ളൂ. ഓ, അത് ശരി. അല്ല, ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഒരു പ്രാവശ്യം ചെയ്താൽ മതി? ഇല്ല, അതിന് നമ്മൾ 4 സിറ്റിംഗ് പറയുന്നുണ്ട്. ആ 4 സിറ്റിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു സിറ്റിംഗ് എടുക്കുമ്പോഴേ അവർക്ക് നല്ല ഒരു റിലീഫ് തോന്നും. യെസ്, അത് കഴിയുമ്പോൾ അവർ തന്നെത്താനെ ഇങ്ങോട്ട് പറയുന്നത് 4 സിറ്റിംഗ്. ആ 4 സിറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയുന്ന മാസത്തിൽ 2, ആഴ്ചയിൽ 1 വെച്ച 4 സിറ്റിംഗ്. അങ്ങനെ മാസത്തിൽ 2, പിന്നെ അടുത്ത മാസത്തിന്റെ അപ്പുറം മാസം വരുമ്പോൾ ആ മാസത്തിൽ പിന്നെ എടുക്കണ്ട. പിന്നെ വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷനോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടൊരു ഫേഷ്യലുണ്ട്, അപ്പൊ വരിക. അതേ ഉള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, എവിടുന്ന് വിളിക്കുന്നു? പാലക്കാട് വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിക്കുന്നു. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. ഹലോ. എന്റെ പേര് ശ്രീലാൽ. എനിക്ക് എന്റെ മൂക്കിന്റെ സൈഡിലും മൂക്കിന്റെ മുകളിലുമായിട്ട് ഒരു തരം കരിക്കുരു പോലെ ഒരു കുരു വരുന്നുണ്ട്. അത് കുറെ വർഷമായി, ഒരു 6-7 വർഷമായി. ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അത് പോകുന്നില്ല. അപ്പൊ എന്തോ പേരെന്ന് പറഞ്ഞത്? പേര് ശ്രീലാൽ. ശ്രീകാന്ത്. ഓക്കെ, ശ്രീകാന്തിന്റെ മുഖത്തിന്റെ ഒരു ഷേപ്പ് ഒന്ന് പറയുമോ? എങ്ങനെയാ, ഓവലാണോ റൗണ്ട് ആണോ? ഹലോ, എണ്ണമയുള്ള സ്കിൻ. ഓക്കെ, കുഞ്ഞിന്റെ മുഖം റൗണ്ട് ഷേപ്പ് ആണോ? അതെ. അപ്പൊ ഞാൻ ഒരു അമിത ചൂട് ശരിക്കും പറഞ്ഞ ശരീരത്തുള്ള ഒരാളാ. ആണോ? അമിത ചൂടുള്ള ഒരാളാണോ ഈ വിളിക്കുന്ന ആള്? ശരീരം അല്ലല്ല, ചൂടില്ലാത്ത ഒരാളാണോ? അധികം ചൂടൊന്നുമില്ല. വേർപ്പൊന്നും ഒത്തിരി ഇതൊന്നുമില്ല? ഇല്ല. വെള്ളം നല്ലതായിട്ട് കുടിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ട്. ഉണ്ട്. എത്ര ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കും? 13 ഗ്ലാസ് കുടിക്കും. 13 ഗ്ലാസ്, അതിന്റെ ആവശ്യമില്ല, 8 ഗ്ലാസ് മതി. ഒരു കാര്യം ചെയ്യാൻ, നല്ല മോഷനൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഏതായാലും മുഖത്തിന് കുരു ഉള്ളത് ഈ മുഖത്തിന്റെ ഈ മൂക്കിന്റെ താഴെ മാത്രമേ ഉള്ളോ? വായിലോ അങ്ങനെ വല്ലതും ഉണ്ടോ? അതല്ല, മൂക്കിന്റെ മുകളിലും മൂക്കിന്റെ താഴെ സൈഡിലുമായിട്ട് ഒരു കരിക്കുരു. പക്ഷെ അത് പൊട്ടി, ഈ മൂക്കിന്റെ സൈഡ് പൊട്ടിയിട്ട് ഭയങ്കര വൃത്തികേടാവുക വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഇങ്ങനെ ഒരു ഇതായിട്ട് വരിക, അത് പോകുന്നേ ഇല്ല. ശരി കുഞ്ഞെ, ശരിക്കും മിക്സറോ അങ്ങനെ ഓയിൽ കഴിക്കുന്നുണ്ട്, ഇങ്ങനെ വറുത്ത സാധനങ്ങളൊക്കെ? ആദ്യം നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 6 മാസമായിട്ട് കുറച്ചിരിക്കുന്നു. 6 മാസം കുറച്ച്. എന്നിട്ട് എങ്ങനെ ഉണ്ട് അതിന്റെ ഇത്? മാറ്റമൊന്നുമില്ല, അത് പഴയ പോലെ തന്നെ തുടരും. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഈ ഇത് കാണിച്ചില്ലേ, എനിക്കൊരു ചെറിയ ഒരു മരുന്ന് പറയാൻ പറ്റാതെ പോകുന്നു. കാരണം വെച്ചാൽ അത് മോന്റെ കേസ് ഇച്ചിരി കാര്യമായിട്ടുള്ള കേസ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഇതിന് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ നോക്ക്. എന്നിട്ട് ഞാൻ ആ പാക്ക് തരാം. എന്നിട്ട് അത് ഇടുമ്പോൾ പോവും മുഖത്തെ, കേട്ടോ, മൂക്കിന്റെ താഴെയുള്ള കുരു. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമ്മളിപ്പോൾ മുഖക്കുരു വരികയാണെന്നുണ്ടെങ്കിൽ മാറും എന്ന് പറഞ്ഞു, അതുപോലെ കറുത്ത പാടുകൾ മാറുന്നു പറഞ്ഞു. ഇപ്പം ഈ എന്താ പറയുക, കരിമംഗല്യം എന്നൊക്കെ പറയുന്നത് ഈ കറുത്ത പാടുകൾ തന്നെയല്ലേ അത്? അതെ, കറുത്ത പാടല്ല, അത് കരിമംഗല്യം പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഇതുപോലെ ഒരു, അതെല്ലാം മാറുന്നു, അറുമ്പാറ പോലെ അല്ലേ? പക്ഷെ അത് മാറത്തില്ല, ഉള്ള കാര്യം പറയാം. കാരണം വെച്ചാൽ അത് മാറും, അതിനൊരു കറയുണ്ട്. അത് ശരിക്കും ആ കറ കിട്ടാൻ പ്രയാസമാണ്. എന്തിന്റെ കറയാണ്? അതൊരു ചെടിയുടെ കറയാണ്. അപ്പൊ അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ കറ നമ്മളിപ്പോ ആസിഡ് പോലെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ അത് കിഴിഞ്ഞു പോകും. അപ്പൊ അതിന് ശരിക്കും റിസ്ക് അത്ര ഞാൻ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറയുന്നത്, നമ്മൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് അത് കോട്ടറൈസ് ചെയ്യുക, കരിച്ചു കളയുക. ദാറ്റ്സ് ഗുഡ്, അതായിരിക്കും നല്ലതെന്ന് പറയും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്?
ഹലോ, ഞാൻ ശ്രീകരത്തുനിന്ന് സോനയാണേ. സോന, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. എന്റെ മുഖത്ത് മുഴുവൻ ഈ ചെറിയ ചെറിയ കുരുക്കളാട്ടോ. എങ്ങനെ എന്തോ ചെറിയ ചെറിയ കുരുക്കളുണ്ടല്ലോ, അത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഉണ്ടായിരുന്നു. മോടെ തലയിൽ താരനുണ്ടോ? താരന് ഒരുപാട്. അതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പൊ പോകാൻ വേണ്ടി എന്ത് ചെയ്യണം മാഡം? എന്നെ ഒന്ന് വിളിക്കണം. താരന് പൂർണ്ണമായി റൂട്ട് ഓഫ് ചെയ്ത് പോവും. അത് പക്ഷമരുന്നാണ്. അത് തലയിൽ വെച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ അന്നേരം തന്നെ മാറ്റം ഉണ്ടാവും. അപ്പം 4 സിറ്റിംഗ് പിന്നെ എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഓക്കെ, വിളിച്ചത് നന്ദി. ഡോക്ടർ, നമുക്ക് വീണ്ടും മുഖ സൗന്ദര്യത്തിലേക്ക് തന്നെ വരാം. ഈ ചിലരുടെ മുഖത്തിൽ എന്താ ഇനി പറയാൻ എനിക്കറിയാം, കറുത്ത കുത്തുകളായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് മുഖക്കുരു അല്ലാതെ ശരിക്ക് കാരാന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. അത് ഡിപ്പെൻസ് അപ്പം ചിലരുടെ ഇവരിങ്ങനെ വിങ്ങിയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ല. അത് ചിലരുടെയൊക്കെ ഈ ഒന്നത്തെ കാര്യം കൊളസ്ട്രോൾസ് കൂടില്ല, അമിത ചൂട് ശരീരത്തിൽ കൂടുള്ളവർ. ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ചൂട് അധികമായിട്ട് തോന്നുകയാണെങ്കിൽ ചാൻസസ് ഉണ്ട് കൂടുതലാണ്. പിന്നെ ടെൻഷൻ അടിക്കും, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അറിയാം. നമുക്കൊരു തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യും അല്ലേ? അപ്പൊ ആ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ആ യൂറിന് നമുക്ക് തൊട്ടേ അറിയാം ഭയങ്കര ചൂടാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ബോഡി ഹീറ്റ് ആണെന്നുള്ളതാണ്. അതെ, ഏതെങ്കിലും തരത്തിൽ ഈ ഹീറ്റ് കാരണം മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാനുണ്ടോ? ഹീറ്റ് കാരണമാണ് ശരിക്കും രോഗങ്ങൾ കൂടുതൽ വരുന്നത്. അത് ശരി. എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇങ്ങനെ ചൂട് ശരീരത്തിൽ കൂടുതലായിട്ട് തോന്നുന്നത്? അന്നത്തെ ദ വേ ഓഫ് ദ ലൈഫിൽ കാരണം രാവിലെയും വൈകിട്ടും കുളിക്കണം. ശരിക്കും പറഞ്ഞാൽ എണ്ണ പുരട്ടി കുളിക്കണമെന്ന്. പക്ഷെ ഇന്നത്തെ ആളുകൾ അതൊന്നും ചെയ്യുന്നില്ല. അത് വലിയൊരു ഇമ്പോർട്ടൻ്റാണ് ശരിക്കും. പ്രകൃതി ചികിത്സയിൽ അത് വളരെ അങ്ങനെ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അത്രയും രോഗം കുറഞ്ഞിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സ്മൃതി. എവിടെ നിന്ന് വിളിക്കുന്നു സ്മൃതി? പത്തനംതിട്ട. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ മോളെ. ഡോക്ടർ, എന്റെ മുഖത്ത് എനിക്ക് നേരത്തെ മുഖത്ത് കുരു ഇല്ലായിരുന്നു. ഇപ്പോഴാ കുരു, ഇങ്ങനെ ചെറിയ ചെറിയ കുരു വരും. അത് പൊട്ടുമ്പോ പിന്നെ അത് മുഴുവൻ കറുത്ത പാട് വരുവാ. ഓക്കെ, താരനുണ്ടോ മോക്ക്? താരനോ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം നിസോറാൾ എന്നൊക്കെ പറയുന്ന ഷാമ്പു ഉപയോഗിച്ചാൽ അത് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും താരനുണ്ട്. അത് പൊടിത്താരനാ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരത്തെ വന്നിച്ച് വലിയ താരനല്ലായിരുന്നോ? അതെ, അതിപ്പോ പൊടിത്താരനാ ഇപ്പൊ മോക്കുള്ളത്. അതുകൊണ്ട് ആ ഒരു കുരു വരുന്നത് അത് മാറത്തില്ല, അതങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇനി ഒരു കാര്യം ചെയ്യണം. പത്തനംതിട്ടന്നല്ലേ? അപ്പൊ എന്റെ ക്ലിനിക്ക് ശരിക്കും തിരുവല്ലയാണ്. ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് നമ്പർ. എന്നെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോടെ ആ പ്രശ്നം ഫുള്ള് മാറ്റിത്തരാം. അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഈ മുഖത്ത് വന്ന കറുത്ത പാടൊക്കെ അത് പോവും. ഞാനൊന്ന് കാണുന്ന മിക്കവാറും ഇത് പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ ശരീരത്തിലെ ചൂട് കാരണം ഇങ്ങനത്തെ പല ഡിസീസും ഉണ്ടാവാനുള്ള അല്ലേ, മുഖത്ത് പാടുകളും അത് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നു. അപ്പൊ അത് കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എണ്ണ തേച്ച് കുളിക്കുക അല്ലേ? 2 നേരം കുളിക്കുക അല്ലേ? ഒരു നേരം എണ്ണ തേച്ച് കുളിക്കുക, 2 നേരം കുളിക്കുക, ഒരു നേരം എണ്ണ തേച്ച് കുളിക്കുക അല്ലേ? അത് ശരിക്കും പറഞ്ഞ എള്ളെണ്ണ, അതായത് നല്ലെണ്ണ. എള്ളെണ്ണ എന്ന് പറയുന്ന നല്ലെണ്ണ അല്ലേ? അതെ, റൈറ്റ്. അത് തണുപ്പ് കാലത്ത് വെളിച്ചെണ്ണ, ചൂട് കാലത്ത് നല്ലെണ്ണ തേച്ച് കുളിക്കുക. പിന്നെ ചിലരോട് നമ്മൾ തണുപ്പ് കാലത്ത് നല്ലെണ്ണ പറയും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പം മിക്ക വീട്ടിലും മിക്ക ഓഫീസിലും ഒക്കെ ഇപ്പം AC ആണ്. അപ്പോൾ AC ഉള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ശരീരം അവരുടെ ചൂടായിരിക്കും. പുറമേ തണുപ്പാണെങ്കിൽ ശരീരം ചൂട്. ശ്രദ്ധിച്ചാൽ മതി, അപ്പം മനസ്സിലാവും. അങ്ങനെയുള്ളവരോട് നമ്മൾ നല്ലെണ്ണ തന്നെ പറയും. ചിലർക്ക് ഇപ്പൊ ഒരു പേടിയുണ്ട്, നല്ലെണ്ണ പറ്റി തണുപ്പോ അപ്പൊ വാദം വരുമോ, ഇങ്ങനെ ഒരു ചോദ്യം ഒത്തിരി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഇത് പൊതുവേ ഉള്ളത്. അപ്പൊ അതൊന്നും വരത്തില്ല, തീർച്ചയായും അതിന് ഗ്യാരണ്ടി ആണ്. അതുപോലെ ഈ കാലിന്റെ വെള്ളയിലൊക്കെ ആൾക്കാർക്ക് ചിലർക്ക് ചൂടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇല്ല, അതൊക്കെ ഇതായിരിക്കും കാരണം. ഓക്കെ, നമ്മൾ മുഖ സൗന്ദര്യത്തിൽ നോക്കി തലയിലേക്ക് വരാം. ഈ താരന്റെ കാര്യം പറഞ്ഞു. ഈ താരനില്ലാത്തവരാരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം പൊതുവെ കാണുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ താരൻ ഉണ്ടാവുന്നത്? ശരിക്കും എന്താണ് ഈ താരൻ? ശരിക്കും പറഞ്ഞ താരൻ എന്ന് പറഞ്ഞ സ്കിൻ ഡിസീസിലെ ശരിക്കും നമ്മൾക്ക് സ്കിൻ ഡിസീസ് വരുന്ന പോലെ തന്നെയാണ് സ്കൾ ഡിസീസ് എന്ന് പറയും. ശരിക്കും അതാണ് താരൻ. 2 ടൈപ്പാണ്. ഒന്ന് സ്ലാബ്സ് പോലെ വലിയ 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 താരനുണ്ട്, ഒന്ന് ചെറിയ താരൻ. നമുക്ക് താരനിലേക്ക് വരുന്ന നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡിറ്റോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. സ്മിത. പറയ് സ്മിത. ഡോക്ടർ, എന്റെ പ്രഗ്നന്റ് ആയപ്പം തൊട്ട് എന്റെ കഴുത്തിന്റെ താഴെ ഇങ്ങനെ ചുമന്ന് കുരു പോലെ വന്നു.
പിന്നെ അതങ്ങ് പോകുന്നില്ല, കല്ലിച്ചിങ്ങനെ കിടക്കും. 5-ാം പനിയൊക്കെ വരുമ്പോ വരുന്ന പോലെ. അത് ആ കേസസ് എനിക്ക് ഒന്ന് എക്സാം ചെയ്ത് നോക്കി സ്ട്രെയിറ്റ് എൻ്റെ ക്ലിനിക്കിൽ തന്നെ വരാൻ നോക്കത്തില്ല. കാരണം വെച്ചാൽ അതെന്താന്ന് ഇപ്പം എനിക്ക് സാധാരണ ഇപ്പോൾ ഒരു മോക്കുരുവാണെങ്കിൽ ഓക്കെ എനിക്ക് പറയാൻ പറ്റും. കഴുത്തിന്റെ താഴെയുള്ള ഇപ്പൊ എന്താണ് അത് ശരിക്ക് ഞാൻ കാണാതെ എനിക്ക് എക്സാം ചെയ്ത് നോക്കാതെ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഫോൺ നമ്പർ തിരുവല്ല ക്ലിനിക്കിലാണോ? അതെ അതെ അതെ, എന്റെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. നമുക്കൊരു ചെറിയ ഇടവേളയാണ്, അതിനുശേഷം നമുക്ക് താരനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, ഒരു ചെറിയ ഇടവേള.